ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയറുണ്ടല്ലോ, അതും കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് ഒരു ടവൽ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നല്ല പോലെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കടായിയുടെ ചൂടുകൊണ്ട് പിന്നെ റോസ്റ്റ് ആവും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി തരി തരി ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അല്ലാതെ നൈസ് പൗഡർ ആക്കണ്ട, കുറച്ചൊരു തരി തരി ഉണ്ടായിക്കോട്ടെ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കേൻ്റെ കുരുന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ 3 ടീസ്പൂൺ നെയ്യും ചേർക്കുന്നുണ്ട് കേട്ടോ. 3 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ചേർക്കുക. നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്താലാണ് നമുക്ക് ഈ ലഡു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെടുത്ത ശർക്കരപ്പാനി കറക്റ്റ് ആയിരുന്നു ഇതിലേക്ക്. ഫുള്ള് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 2 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഞാനൊരു 5 കാഷ്യൂനട്ട് ചെറിയ പീസായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ചെറുപയറും ശർക്കരയും അതുപോലെ നെയ്യുമാണ് കേട്ടോ വേണ്ടത്. തേങ്ങയും കാഷ്യൂനട്ടും ഞാൻ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇട്ട് കൊടുത്താൽ നല്ലതാണ്, ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നല്ലൊരു ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറുപയർ ലഡു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ ഉണ്ടാന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ കഴിക്കാം കേട്ടോ. പിന്നെ വെറുതെ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാനും കൊടുക്കാൻ പറ്റും. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ നെഹ ഫുഡ് സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.